നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ രംഗം മൊത്തത്തിലങ്ങ് ഉദ്ധരിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചില ഫെമിനിസ്റ്റ് നടിമാരൊക്കെ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കി. WCC എന്നായിരുന്നു. തുടക്ക സമയത്ത് അവരുടെ പ്രസ് മീറ്റും മറ്റുമൊക്കെ മലയാള സിനിമയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയിരുന്നു. ആ ഇടയ്ക്ക് മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമ റിലീസായി. കസബ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അതത്ര നല്ലവനായിട്ടുള്ള ഒരു പോലീസുകാരനൊന്നും ആയിരുന്നില്ല. ആ കഥാപാത്രം അങ്ങനെയാണ്. അതിനകത്ത് ആ സിനിമയിലെ ഒരു രംഗത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തക അദ്ദേഹത്തോട് ഒരു ചൊറിഞ്ഞ വർത്തമാനം പറയുന്നു. അതായത് ആ കഥാപാത്രത്തോട്. അപ്പോൾ ആ കഥാപാത്രം തിരിച്ച് പ്രതികരിക്കുന്നത് യൂണിഫോം ഇട്ടിരിക്കുകയാണ് ഈ വനിതാ പോലീസുകാരി. അവരുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് ചേർത്ത് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി ചില ഡയലോഗുകളൊക്കെ പറയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. പക്ഷേ അതന്നത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല ആളുകൾ. മമ്മൂട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ WCCയുടെ അംഗങ്ങൾ ഗീതു മോഹൻദാസ്, അതേപോലെ തന്നെ അന്ന് കരിയറിൻ്റെ പീക്ക് നിന്ന പാർവതി തിരുവോത്ത് എന്ന യുവനടി, അതുപോലെ തന്നെ റീമ കല്ലിങ്കൽ, വേറെ ചിലരൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രസ് മീറ്റിൽ സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ സിനിമ പരാമർശിക്കാനും ഇത് പറയാനും വേണ്ടിയിട്ട് നോക്കൂ, അന്ന് ഏതാണ്ട് ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയ സിനിമയൊന്നും ഇല്ലാതെ വേഷങ്ങളൊന്നും കിട്ടാതെ നിൽക്കുന്ന അവർ പറയുകയല്ല ചെയ്തത്. ഗീതു മോഹൻദാസൊക്കെ ഏതാണ്ട് സിനിമ അഭിനയൊക്കെ നിർത്തി നിൽക്കുകയായിരുന്നു. അവർ പറയുകയല്ല ചെയ്തത്. അന്ന് പീക്കിൽ നിന്ന പാർവതി തിരുവോത്തിനെ കൊണ്ട് സെയ്ദ് പാറു എന്ന് പറഞ്ഞുകൊണ്ട് ആ നടിയെ കൊണ്ട് പറയിപ്പിച്ചു. മലയാള സിനിമയിലെ മെഗാസ്റ്റാറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് ഓർക്കുക. അപ്പോൾ അദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു സിനിമയിൽ അഭിനയിച്ചു എന്ന തരത്തിൽ ഈ പാർവതി തിരുവോത്തിനെ കൊണ്ട് അന്ന് പറയിപ്പിച്ചു. പക്ഷേ അതിനുശേഷവും അദ്ദേഹം ഇവരെ വിളിച്ച് ഒരു സിനിമയിൽ കൂടെ അഭിനയിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് ഇവർക്ക് മലയാള സിനിമയിൽ വേഷമൊന്നും കിട്ടാതായി. ആളുകൾ അവരെ വിളിക്കാതായി, സംവിധായകരും വിളിക്കാതായി, അതേപോലെ തന്നെ നിർമ്മാതാക്കളും അവരെ അടുപ്പിക്കാതായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി അവരുടെ പുഷ്കലകാലം അല്ലെങ്കിൽ അവരുടെ പീക്ക് ടൈം എന്നൊക്കെ പറയുന്ന ആ അഭിനയത്തിൻ്റെ ആ ഒരു ഉന്നത തലത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇവർക്ക് ഇങ്ങനെ ഒരു സംഗതി നടന്നത്. അപ്പോൾ ഗീതു മോഹൻദാസിനെ സംബന്ധിച്ചാണെങ്കിലും റീമ കല്ലിങ്കലിനെ സംബന്ധിച്ചാണ്, മറ്റ് വലിയ പ്രശസ്തരൊന്നും അല്ലാത്ത മറ്റ് നടിമാരെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. നഷ്ടപ്പെടാനുണ്ടായിരുന്നത് ഈ പാർവതി തിരുവോത്തിന് മാത്രമായിരുന്നു. കൃത്യമായിട്ടും അവർ ഈ പാർവതിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ആര്? ഗീതു മോഹൻദാസ്. അതിനുശേഷം ഗീതു ഇപ്പോൾ 2-3 വർഷമായിട്ട് കന്നഡയിലെ ഏറ്റവും വലിയ സ്റ്റാർ, അല്ലെങ്കിൽ ഈ ക്രൗഡ് പുള്ളർ എന്നൊക്കെ പറയാവുന്ന, കുറച്ച് വർഷമായുള്ള ആ നടൻ അങ്ങനെയായിട്ട് യാഷ് എന്ന നടൻ, നമുക്കെല്ലാവർക്കും അറിയാം, KGF അഭിനയിച്ച നായകനാണ്. അദ്ദേഹത്തിൻ്റെ ടോക്സിക് എന്ന് പറഞ്ഞൊരു സിനിമയുടെ പണിപ്പുരയിലാണ്. അത് യഥാർത്ഥത്തിൽ സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസ് ആണോ അതോ അവരുടെ ഭർത്താവായിട്ടുള്ള രാജീവ് രവിയാണോ എന്നറിയില്ല. എന്തായാലും അവരുടെ പേരിലാണ് ആ സിനിമ പുറത്തിറങ്ങാൻ പോകുന്നത്. പക്ഷേ അവരുടെ ആ സിനിമയിലെ രംഗങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപും അതിൽ ചില രംഗങ്ങളൊക്കെ വന്നിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ സ്ത്രീവിരുദ്ധത ആർക്കും ആരോപിക്കാവുന്ന തരത്തിലുള്ള ആ സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. മമ്മൂട്ടി എന്ന നടൻ, നമുക്കറിയാം, അദ്ദേഹം മോശം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കുറച്ച് പെശകായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു കസബ എന്നുള്ള സിനിമയിൽ. ആ കഥാപാത്രത്തിൻ്റെ ചില ചെയ്തികളുടെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ കഥാപാത്രത്തിന് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. അതിന് അദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞത് വിവാദമാക്കി തൻ്റെ സഹപ്രവർത്തക കൂടിയായ, സുഹൃത്തു കൂടിയായ ഒരു മികച്ച നടിയുടെ കരിയർ തന്നെ ഏതാണ്ട് അവസാനിപ്പിക്കാൻ കാരണമായ വ്യക്തി കർണാടകത്തിൽ പോയി എടുക്കുന്ന സിനിമയിലുള്ള രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇതെന്താ പറയുക, ഇത് ഏതൊരു വ്യക്തിയും കണ്ണടച്ച് പറയും. ഇതിനപ്പുറം സ്ത്രീവിരുദ്ധമായിട്ട് കാണിക്കാനില്ല. കാരണം തോക്കാണ് ഈ ആ നടിയുടെ വായ്ക്കകത്ത് കുത്തി വെച്ചിരിക്കുന്നതെങ്കിലും അതിന് മുമ്പുള്ള സീനുകളിൽ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അത് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ഉറപ്പായിട്ടും. അപ്പോൾ അത്രയും വൾഗറായ രീതിയിൽ വരെ അവർ സ്ത്രീകളെ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നു. ആ നടിയാണ് തൻ്റെ ഏതാണ്ട് സിനിമ അഭിനയമൊക്കെ തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും മലയാള സിനിമയിൽ കത്തി നിന്ന ഒരു യുവനടിയെ കൊണ്ട് സെയ്ദ് പാറു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ സിനിമ അഭിനയ ജീവിതം തന്നെ തൊലച്ചടുക്കിയിട്ട് കർണാടകത്തിൽ പോയി കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. എന്തു പറയാനാണ്? ഈ ഫെമിനിസമൊക്കെ തലയ്ക്ക് പിടിച്ചാലും അതൊരു പരിധി കഴിഞ്ഞാൽ പ്രാന്തായി മാറുമെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ മറ്റൊരുത്തിയുടെ ജീവിതം തന്നെ തൊലച്ച് വെച്ചിട്ട് എന്താണോ അവർ എതിർത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ എതിർക്കാൻ ശ്രമിച്ചത് അതേ സംഗതി തന്നെ വാരി പുലരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവരെയൊന്നും നമ്മൾ ട്രോളിയിട്ടും കാര്യമില്ല, ഉള്ളതുള്ള പോലെ പറഞ്ഞിട്ടും കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം കൂടി അവർക്ക് വേണമല്ലോ. പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം?